ഇത് ജഗദീഷ് ചേട്ടൻ്റെ കൈ തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇത് അഭിമന്യുവിനെ ആയിരുന്നാലും ഹാർട്ട് എടുത്ത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിനുശേഷം ഫുൾ ബോഡി ഓപ്പൺ ആക്കുന്ന അവസ്ഥയുണ്ട്. പക്ഷെ അതൊന്നും ഈ പറഞ്ഞ പോലെ നമുക്കിവിടെ അനുവദീയമല്ലാത്തതുകൊണ്ട് കട്ടായതാണ്. ആ സീൻ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ 1.5 ദിവസം എടുത്തു. അന്ന് ഉണ്ണി ബ്രോ ഫുഡ് കഴിച്ചിട്ടില്ല. അങ്ങനെ ഒരു 5 ദിവസം ആ ഡേറ്റ് മാറിപ്പോയപ്പോഴത്തേക്ക് 5 ദിവസം എൻ്റെ റൂമിൽ തന്നെ ഞാൻ ഈ പുഴുവിനെ ട്രീറ്റ് ചെയ്യുകയാണ്. ഞാനും ദുബായിലായിരുന്നു ആ സമയത്ത്. ഞാനും ആസിഫ് അലിയും കൂടെ പോയിട്ടാണ് പടം കാണാൻ പോയത്. ഓരോ സീൻ ബൈ സീനിലും ആസിഫിക്കയുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ഞാനും ആസിഫിയും കൂടെ അന്ന് ഫുൾ നൈറ്റ് ഷൂട്ടാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഈ പടത്തിൻ്റെ റിവ്യൂസ് എല്ലാം കണ്ടിട്ട് അപ്പോൾ തന്നെ പോകാമെന്ന് വെച്ചാൽ ഞാനും ആസിഫിയുടെ ടീമും എല്ലാവരും കൂടെ പോയതാണ്. കേസ് ഇടിച്ച് കഴിഞ്ഞിട്ട് മോൻ്റെ ഹെഡ് ചെതറിപ്പോകുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് അധിക സമയം കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് പോലും അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഉച്ച മുതൽ ഒരു മണിക്ക് തുടങ്ങിയ ഷൂട്ട് വൈകുന്നേരം 7 മണിയപ്പോഴാണ് കഴിയുന്നത്. അപ്പോൾ 7 മണി വരെ പുള്ളി ഒറ്റ കണ്ണിങ്ങനെ അടച്ചു വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് 1 മണി മുതൽ ഈവനിങ് 7 മണി വരെ. കാരണം ഫുൾ ക്ലോസ്ഡ് ആണ്. ശരിക്കും ലൈവായിട്ട് ആ കൈ കട്ട് ചെയ്യുന്ന സീനാണ് എടുത്തിരിക്കുന്നത്. അതും സെൻസറിങ്ങിൽ ഒഴിവാക്കേണ്ടി വന്നു. കാരണം അത് കണ്ടിരിക്കാൻ പറ്റില്ല. ഡെലിവറി സീൻ എടുക്കുന്ന സമയത്ത് ഒരു ലേഡി ഡോക്ടർ വന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് എനിക്ക് എന്തായാലും ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. എൻ്റെ അസിസ്റ്റൻസ് 6 പേരും കണ്ടെയ്നർ ഉള്ളിലാണ്. ഈ ഷോട്ട് സ്റ്റേക്ക് പറയുമ്പോഴത്തേക്ക് കണ്ടെയ്നർ ഓപ്പൺ ആവുന്നു, ഇവരെല്ലാം പീസ് എടുത്ത് എറിയുകയും ചെയ്യും. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര എഫക്റ്റാണ്. ഹലോ ആൻഡ് വെൽക്കം ടു നൂർ ടോക്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് സുധി സുരേന്ദ്രനാണ്. വെൽക്കം. താങ്ക് യു. ഒരു സിനിമ ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് നോർമലി അതിൻ്റെ ആർട്ടിസ്റ്റുകളൊക്കെ നമുക്ക് ചർച്ചാ വിഷയമാവാറുണ്ട്. ഇത് ആർട്ടിസ്റ്റും പ്രൊഡ്യൂസറും ഡയറക്ടറും മേക്കപ്പും ആർട്ടും എല്ലാവരും ഓടി നടന്ന് ഇൻ്റർവ്യൂസ് കൊടുക്കുക. എല്ലാവരെയും നമുക്ക് അത്രയ്ക്ക് ആവശ്യമുണ്ട് ഇപ്പോൾ. അപ്പോൾ ലൈക്ക് എന്ത് തോന്നുന്നു? ഹൗ ഡു യു ഫീൽ? സന്തോഷം. ആദ്യമായിട്ട് തന്നെ മാർക്കോ സിനിമ ചെയ്യാൻ പറ്റിയത് ഞാൻ അഭിമാനം കൊള്ളുന്നു. കാരണം പാൻ ഇന്ത്യ എന്നല്ല, ഇന്ത്യ മൊത്തം ചർച്ചയായ ഒരു മൂവി തന്നെയാണ്. കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും മൊത്തം എല്ലാവരും നല്ല റെസ്പോൺസ് ചെയ്യുന്നുണ്ട്. അതിലൊരു ഭാഗമാകാൻ പറ്റിയതിൽ ഞാൻ ഹനീഫ് സാറിൻ്റെ അടുത്തും അതിൽ മാനേജേഴ്സിനും ഞാൻ താങ്ക്സ് പറയുകയാണ്. കാരണം അങ്ങനെ നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയത്. ഒരു മേക്കപ്പ് മാൻ ആണ്. അപ്പോൾ ചെറുപ്പത്തിലൊക്കെ ചിലപ്പോൾ വീട്ടിൽ പറയുന്നത് നീ ഡോക്ടർ ആവും, എഞ്ചിനീയർ ആവും, അങ്ങനെയൊക്കെ. ഇപ്പം എന്തായാലും ഒരു ഡോക്ടറെ കാണുന്നതിനേക്കാളും കൂടുതൽ ബ്ലഡ് ഓർഗൻസും ഒക്കെ കണ്ടു. അപ്പോൾ എന്തായിരുന്നു ആ ഒരു ഫീൽ എന്തായിരുന്നു? അത് ശരിയാണ്. ഞാൻ ഇപ്പോൾ വീട്ടിൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സിലാരും സിനിമയിൽ അങ്ങനെ ഉള്ള ആളല്ല. ഞാൻ സിനിമ എന്നുള്ളൊരു മോഹത്തിൽ വന്ന് സിനിമയിൽ വന്ന ഒരാളാണ്. പിന്നെ മേക്കപ്പ് മാനായി കുറച്ച് ഫീൽ ഗുഡ് മൂവിയൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് നല്ല രീതിയിൽ പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു വയലൻസ് മൂവി ആദ്യമായിട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഇതിനെപ്പറ്റി കുറച്ച് റിസർച്ച് ഒക്കെ ചെയ്തു. ഈ പറഞ്ഞ പോലെ ഡോക്ടേഴ്സ് ചെയ്യുമ്പോൾ തന്നെയാണ് കുറേ പണിയുണ്ട്. ബ്ലഡിൽ മഴ വരുന്നത്. അതെ 240. അതെ അതങ്ങനെ ഒരു അത്രയും ബ്ലഡ് നമ്മൾ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഇത് 85 ദിവസം ഷൂട്ടാണ്. 85-100 ദിവസത്തിനകത്ത് ഷൂട്ടുണ്ട്. അതിൽ 65 ദിവസവും ഫൈറ്റ് സീനാണ്. മൊത്തം 11 ഫൈറ്റ് ഉണ്ട്. ഇതിലിപ്പോൾ സെൻസറിങ്ങിൽ ഒരു ഫൈറ്റ് കട്ടായി, പിന്നെ കുറച്ച് ഭാഗങ്ങൾ കട്ടായ കാരണമാണ് കുറേ നമ്മളിപ്പോൾ വിഷ്വൽ ബേസ് തിയേറ്ററിൽ കാണാത്തത്. 240 ലിറ്റർ ബ്ലഡ് എന്ന് പറയുമ്പോൾ ഓരോ ഫൈറ്റേഴ്സിനും ഈ പറഞ്ഞ പോലെ 100 ഫൈറ്റേഴ്സിനും ഉണ്ട്. 150 അതിനിടയ്ക്ക് താഴെ വരുന്ന ഫൈറ്റേഴ്സ് ഉണ്ട്. ഇവർക്കെല്ലാം നമുക്ക് ബ്ലഡ് ചെയ്യേണ്ടി വരും. ഇതിൽ CGയുടെ അത്യാവശ്യം വൈഡ് ഷോട്ടിന് മാത്രമാണ് CGയുടെ ആവശ്യം വന്നിരിക്കുന്നത്. ബാക്കി എല്ലാ ക്ലോസിന് ഷോട്ടിനും നമ്മുടെ പമ്പിങ് സ്പ്രേയുടെ ബ്ലഡ് അതൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു മൂവിയിൽ ബ്ലഡ് ഇല്ലാത്ത സീൻ എടുക്കുകയാണെങ്കിൽ ഒരു 4-5 സീൻസ് കുറവാണ് അല്ലെ? ബാക്കി എല്ലാം കംപ്ലീറ്റ്ലി ബ്ലഡിന്റെ കളികളാണ്. ഏറ്റവും കൂടുതൽ ബ്ലഡ് യൂസ് ചെയ്തത് ഏത് സീനിലായിരിക്കും? നമുക്ക് ലാസ്റ്റ് ക്ലൈമാക്സ് സീനിൽ ആ ഫാമിലിയെ കൊല്ലുന്ന സീനിൽ അത് ഫുള്ള് ഫ്ലോർ മൊത്തം. കാരണം ഞങ്ങൾ പർച്ചേസ് ചെയ്ത ബ്ലഡിന്റെ കണക്കാണ് ഞാൻ ഒരു ഇതാ പറഞ്ഞത്. പക്ഷെ ആർട്ടുകാരും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പർച്ചേസ് ചെയ്ത് മാത്രമാണ് ഈ ബ്ലഡ് വരുന്നത്. ബാക്കി ആർട്ടുകാരും ഈ നമുക്ക് വേണ്ടി ഒരുപാട് ഹെൽപ്പ്. കാരണം പ്രോപ്പർട്ടീസിലും ഈ ഗ്രൗണ്ടിലും ഈ പറഞ്ഞ പോലെ ഫ്രെയിമിലൊക്കെ കാണിക്കാനായിട്ട് ബ്ലഡ് വേണം. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത് കോസ്റ്റ്ലി ബ്ലഡാണ്. ആർട്ടിസ്റ്റിന് ദേഹത്ത് ഒഴിക്കുന്നതൊക്കെ കോസ്റ്റ്ലിയാണ്. ലിറ്ററിന് 2000 സംതിങ് ഒക്കെ വരും. അപ്പോൾ പിന്നെ ഐ ബ്ലഡ് എന്ന് പറഞ്ഞൊരു ബ്ലഡ് ഉണ്ട്. ഐ ബ്ലഡ് നമ്മളിപ്പം നമ്മൾ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ തന്നെ ഭയങ്കര ഒരു ചർച്ചാ വിഷയമായ കാര്യം. മുഖത്ത് ഭയങ്കര ബ്ലഡ് ഉണ്ട്, കണ്ണിനകത്ത് എങ്ങനെ ബ്ലഡായി, അപ്പോൾ CG ആയിരിക്കും എന്നുള്ളൊരു ടോപ്പിക് ഉണ്ടാവും. പക്ഷേ ശരിക്കും അല്ല, CG അല്ല. അത് ഐ ബ്ലഡ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ആണ്. അത് നമ്മളിവിടെ അവൈലബിൾ അല്ല, പുറത്തുനിന്ന് കിട്ടുന്നത്. ആ ഒരു ഐ ബ്ലഡിന് മാക്സിമം നമുക്കൊരു ബോട്ടിന് വരുന്നത് വലിയ റേറ്റ് വരുന്നില്ല. ഒരു 6000 സംതിങ്ങേ വരുന്നുള്ളൂ. ഒരു ഐ ഡ്രോപ്സ് ആണ്. അതൊരു മാക്സിമം ഒരു 20 ടൈംസ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അതിൻ്റെ ആ ബോട്ടിൽ നമുക്ക് മാക്സിമം ഒരു 5-6 ബോട്ടിലൊക്കെ എടുത്തിട്ടുണ്ട്. കാരണം ഇത് അധിക ദിവസം വെച്ചിരിക്കാൻ പറ്റില്ല, ക്ലൈമറ്റിനനുസരിച്ച് മാറും. അപ്പോൾ ആ ഒരു 6 ബോട്ടിലാണ് ഫുള്ള് പടം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാ ആർട്ടിസ്റ്റും അത് സമ്മതിക്കത്തില്ല. കാരണം കണ്ണിനകത്ത് ഇടുന്നതല്ലേ.
അപ്പോൾ ഉണ്ണിച്ചേട്ടൻ അതിനെല്ലാം വില്ലിങ് ആയിരുന്നു. കാരണം ഉണ്ണിച്ചേട്ടൻ അത്രയും ക്വാളിറ്റി, നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആൾ എന്ത് എഫർട്ട് എടുക്കാൻ റെഡിയായിരുന്നു. ഈ ഐ ബ്ലഡ് ഞാൻ ആദ്യം എൻ്റെ കണ്ണിൽ ഉപയോഗിച്ചു, ആളിന് അത്രയും കൺവിൻസായി. കാരണം ഒരു ഐ ഡ്രോപ്സ് ആണ്, ഇടുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും, അത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ആകുമ്പോൾ ഫ്രീ ആവും, നീറ്റിലുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞാൽ ആൾ ഫ്രീ. പക്ഷേ എല്ലാ ടേക്കിനും അത് ആൾ ഉപയോഗിച്ചെന്നതാണ്. ചേട്ടാ ഈ മറ്റേ ഗ്യാസ് ഊറ്റി വെച്ചിട്ട് ഇടിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്, നമ്മൾ സ്ക്രീനിൽ കണ്ടതിലും അപ്പുറം എന്തെങ്കിലും ഉണ്ടോ സെൻസർ ചെയ്ത് കളഞ്ഞ കൂട്ടത്തില്? ശരിക്കും ഉണ്ട്. കാരണം അത് 8 മിനിറ്റോളം സെൻസറി കട്ട് ചെയ്തിട്ടുണ്ട്. അതിലെ പല സീനുകളും, ക്ലൈമാക്സിലെ പല സീനുകളും ശരിക്കും വയലൻസിൻ്റെ അങ്ങേ നമ്മൾ സ്റ്റാർട്ടിങ് ബിഗിനിങ് എവിടെ നിന്നാണോ ആ കുഞ്ഞിനെ എടുക്കുന്ന സീനൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത്രമാത്രം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത്രയും ഒറിജിനാലിറ്റി ആയിട്ട് നമ്മൾ കാണിക്കുക, VFXൻ്റെ വർക്ക് കുറയ്ക്കുക, മാക്സിമം നമുക്ക് ഒറിജിനാലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് അത്രയും ബ്രൂട്ടലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഈ സെൻസറിയിൽ കട്ട് ചെയ്തു. ആ പറഞ്ഞില്ലേ ആ ഗ്യാസ് ഊറ്റി ഇടിക്കുന്നത്, ഗ്യാസ് ഊറ്റി ഇടിച്ച് കഴിഞ്ഞിട്ട് മോൻ്റെ ഹെഡ് ചെതറിപ്പോകുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് അധിക സമയം കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് പോലും അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഞാനൊരു ഹെഡ് ക്രിയേറ്റ് ചെയ്തു, അതിൽ കൂടെ നമ്മൾ CG VFXും കൂടെ അത് ഇൻക്ലൂഡ് ആക്കിയപ്പോൾ കുറച്ചും കൂടി അത് കുറച്ചും കൂടെ ഭംഗിയായത്. നമ്മളത് മോൻ്റെ ഹെഡ് ക്രിയേറ്റ് ചെയ്തു. മോൻ്റെ ഹെഡ് ക്രിയേറ്റ് ചെയ്ത ശേഷമാണ് കുറച്ചും കൂടെ VFXും കൂടെ വന്നപ്പോഴാണ് അത് കുറച്ചും കൂടി ഭീകരമായ അവസ്ഥയായി. പക്ഷെ അത് ഒന്നും കൂടി കുറച്ച് ടൈമും കൂടെ അത് ഉണ്ട്, വിഷ്വൽ ബേസ് ഉണ്ട്. അത് സെൻസർ ബോർഡ് കട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പോലെ സ്കള്ളും ബ്രെയിനും എല്ലാം ഇതിനകത്ത് എല്ലാം അതിലുള്ളതാണ്. അത് അങ്ങനെയൊക്കെ നമുക്ക് അത് ഈ പറഞ്ഞല്ലേ സെൻസറിന്റെ ഒരു നിമിത്തം ഉണ്ടല്ലോ, അത് നമുക്ക് വരുമെന്നാണ് പ്രതീക്ഷ. കാരണം എൻ്റെ ഒരു വർക്കിൻ്റെ ഒരു റിസൾട്ട് കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹത്തിലാണ്. ഞാൻ ഫസ്റ്റ് ദിവസം ഞാനും ദുബായിലായിരുന്നു ആ സമയത്ത്, ഞാനും ആസിഫ് അലിയും കൂടെ പോയിട്ടാണ് പടം കാണാൻ പോയത്. അപ്പോൾ എനിക്ക് സിനിമ കാണുന്നേക്കാളും എനിക്ക് നമ്മുടെ ചെയ്ത വർക്ക് എങ്ങനെ ഔട്ട്പുട്ട് ഉണ്ടാവും എന്നുള്ള, ഇപ്പോൾ സെൻസറിങ്ങിൽ ഏതൊക്കെ ഭാഗം പോയി എന്നറിയില്ലല്ലോ, അത് കാണാനുള്ള ക്യൂരിയോസിറ്റിയിൽ ഞാൻ പോയി. പക്ഷേ പല ഭാഗങ്ങളും ഈ സെൻസറിങ്ങിൽ കട്ടായി. പക്ഷെ വിഷമമില്ല, എന്നാലും ഹാപ്പിയാണ് ഇപ്പോൾ. ഓരോ സീൻ ബൈ സീനിലും ആസിഫിക്കയുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? അത് ഞാനും ആസിഫിയും കൂടെ അന്ന് ഫുൾ നൈറ്റ് ഷൂട്ടാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. അപ്പം ഈ പടത്തിൻ്റെ റിവ്യൂസ് എല്ലാം കണ്ടിട്ട് അപ്പോൾ തന്നെ പോകാമെന്ന് വെച്ചാൽ ഞാനും ആസിഫിയുടെ ടീമും എല്ലാവരും കൂടെ പോയതാണ്. ആസിഫ് ഫസ്റ്റ് ഹാഫ് ഒക്കെ ഓക്കെ ആയിരുന്നു, സെക്കൻഡ് ഹാഫും തുടക്കമൊക്കെ ഓക്കെ ആയിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കൊക്കെ ഫോൺ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് വയ്യ പുറത്തോട്ടൊക്കെ പോയിട്ടൊക്കെ വന്നു. കാരണം കുറച്ച് ഭയങ്കര ബ്രൂട്ടലാണല്ലോ. കാരണം ഇമോഷണൽ ആയിട്ട് പെട്ടെന്ന് ഫാമിലി ഉണ്ട്, പുള്ളി കുട്ടികളെ ഭയങ്കര സ്നേഹിക്കുന്ന ആളാണ്. ആസിഫിക്കയുടെ 2 കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അവർ കളിച്ച് ചിരിച്ച് നടക്കുന്ന അവിടെ ലൊക്കേഷനിൽ വരാറുണ്ട്, ദുബായിലുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് ഫീലാവും. അപ്പോൾ ആള് കണ്ടിരിക്കാൻ പറ്റില്ല, അങ്ങനെ കുറച്ച് പോയിട്ടൊക്കെ വരും. പടം കഴിഞ്ഞപ്പോൾ ഓഡിയൻസിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു പടത്തിലെ മേക്കപ്പ് മാൻ സുധിയാണ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അവിടെ കുറേ അപ്രീഷിയേറ്റ് തിയേറ്റർ കിട്ടി. ദുബായ് അസോസിയേഷൻ 2 അസോസിയേഷൻ എന്നെ അവിടെ മൂവ്മെൻ്റൊക്കെ തന്ന് സ്വീകരിച്ചു. നന്നായിരുന്നു. അപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ പറഞ്ഞു ഈ കുഞ്ഞിൻ്റെ മുഖം തല അതേപോലെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ അഭിമന്യുവിന് എങ്ങനെ പറ്റി മുഖം നോക്കിയിട്ട് ഇടിക്കാനായിട്ട്? അഭിമന്യു ആ സീൻ കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അവൻ്റെ ഇമോഷൻ മാറിപ്പോയി. കാരണം അവന് ഭയങ്കര ഫീലായിപ്പോയി. കാരണം ഇതെങ്ങനെ മറ്റുള്ളൊരു പ്രേക്ഷകർ ഇവനിപ്പോൾ ഇവനെ കാണുമെന്നുള്ള ഫസ്റ്റ് മൂവിയാണ് ആൾ അഭിനയിക്കുന്നത്. പക്ഷെ അത് ക്യാരക്ടർ ബേസ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇമോഷണലായി, അവന് കയ്യിൽ നിന്ന് പോയി. കാരണം പിന്നെ ഞാൻ പോയി സംസാരിച്ചപ്പോഴാണ് പറഞ്ഞു, ചേട്ടാ നിങ്ങൾക്ക് എന്താവുമെന്ന് അറിയില്ല, ഒരു കുഞ്ഞല്ലേ, അത് ഭയങ്കര ക്യൂട്ടായിട്ടൊരു മോനല്ലേ. അപ്പോൾ അത് അഭിനയന് ഭയങ്കര ഒരു ഫീലിംഗ് ആയി. പിന്നെ അത് നോർമലി ക്യാരക്ടർ വൈസ് ചെയ്തല്ലേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ചെയ്തതാണ്. അത് പെട്ടെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു സീനായിരുന്നു അത്. അതുപോലെ നമുക്ക് വീണ്ടും നമ്മളെല്ലാവരും ഇതേപോലെ കാണും ഈ ക്ലൈമാക്സിൽ വില്ലന്മാരെ എന്തുകൊണ്ട് ഇത്ര പെട്ടെന്ന് കൊന്നു കളഞ്ഞു എന്നുള്ളത് പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. പടം കണ്ടു പക്ഷെ വില്ലന്മാർ ഇത്ര കൊന്ന പോരല്ലോ. ഞാൻ പറഞ്ഞു പക്ഷേ സിനിമയിൽ ഇങ്ങനെയല്ല, ശരിക്ക് ലാസ്റ്റ് ക്ലൈമാക്സിൽ നമ്മുടെ വില്ലനെയൊക്കെ ഭീകരമായിട്ടാണ് കൊല്ലുന്നത്. അതായത് അഭിമന്യുവിനെ ആയിരുന്നാലും ഹാർട്ട് എടുത്ത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിനുശേഷം ഫുൾ ബോഡി ഓപ്പൺ ആക്കുന്ന അവസ്ഥയുണ്ട്. പക്ഷെ അതൊന്നും ഈ പറഞ്ഞ പോലെ നമുക്കിവിടെ അനുവദീയമല്ലാത്തതുകൊണ്ട് കട്ടായതാണ്. ഈ നമ്മുടെ മെയിൻ വില്ലൻ്റെ കബീർ സിംഗിൻ്റെ ഹെഡ് കട്ട് ചെയ്ത് മാറ്റുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ കാണുന്നവർ പറയുന്നു അത്രയും ചെയ്താൽ പോരാ, അത്രയ്ക്ക് ക്രൂരമായി ചെയ്തിരിക്കുന്നത്. ശരിക്കും തല കട്ടായി പോയ ശേഷം ഈ തല അടിച്ച് പൊടിക്കുന്നുണ്ട്. അത്രയ്ക്കും അപ്പോഴും അതായത് ഉണ്ണിയിലൊക്കെ മാർക്കോ എന്നുള്ള പുള്ളിക്ക് ദേഷ്യം തീരുന്നില്ലെന്നാണ്. എന്നിട്ടും ഇതിനെ ഭീകരമായിട്ട് തല മൊത്തത്തെ അടിച്ച് പൊട്ടിച്ചിട്ടാണ് ഇവർ തിരിച്ചു പോകുന്നത്. അതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചത് സാധനമായിരുന്നു. പക്ഷെ അത് ആ സീൻ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ 1.5 ദിവസം എടുത്തു. അന്ന് ഉണ്ണി ബ്രോ ഫുഡ് കഴിച്ചിട്ടില്ല. കാരണം വാട്ടർ കട്ട് ചെയ്തിട്ട് 6 പാക്ക് റിവ്യൂ ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് രാവിലെ 6 മണിക്ക് ഷൂട്ട് തുടങ്ങി പിറ്റേ ദിവസം 11 മണിക്കാണ് തീരുന്നത്. മോർണിംഗ് 11 മണിക്ക് ഒരു 30-35 മണിക്കൂർ
സ്ട്രെയിൻ എടുത്ത് ചെയ്തൊരു പുള്ളിയൊന്നും കഴിക്കാതിരിക്കുന്നത് കാരണം ആ ഒരു ക്രിയേറ്റിലങ്ങ് പോവുകയാണ്. ഭയങ്കര സ്ട്രെയിൻ എടുത്ത് ചെയ്ത ഒരു സീനായിരുന്നു അത്. അതുപോലെ ഈ ഹാർട്ട് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അതിന് തുടിക്കുന്നുണ്ട്, ഹൃദയം തുടിക്കുന്നുണ്ട്. അപ്പോൾ അത് അനീഫിക്ക ഒരു ഓപ്ഷൻ പറഞ്ഞതാണ്, അങ്ങനെ ഒരു ഓപ്ഷൻ പെട്ടെന്ന് പറഞ്ഞതാണ്. അപ്പോൾ തന്നെ നമ്മളത് ക്രിയേറ്റ് ചെയ്തെടുത്തു. ആ ഒരു വർക്ക് നമ്മൾ ചെയ്തെടുത്തിട്ട് ആ ഹാർട്ട് ബീറ്റ് നമ്മളൊരു ടൈമിംഗ് പമ്പ് വെച്ചു. അതായത് ഹാർട്ട് പുറത്തെടുത്ത ശേഷം ആ ഒരു ബ്രീത്തിൽ കൂടെ ഉണ്ണിയുടെ റിയാക്ഷൻ വേണമെന്ന് അനീഫിക്ക കറക്റ്റ് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളത് ക്രിയേറ്റ് ചെയ്തു. പക്ഷെ അത് കറക്റ്റ് വന്നില്ല. അത് സിനിമയിൽ അത് കാണാൻ പറ്റില്ല, ജസ്റ്റ് വരുന്നതേ ഉള്ളൂ. അത് നമ്മൾ ശരിക്കും അത് പമ്പിങ് ചെയ്യുന്നതും ഈ പറഞ്ഞ പോലെ ഹാർട്ട് ബീറ്റ് എല്ലാം നമ്മളതിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഓർഗൻസ് നമുക്ക് കാണുന്ന സമയത്ത് നമ്മളിപ്പോൾ നോർമലി കാണുന്ന നമ്മളിപ്പം എന്താ പുറത്തുനിന്ന് ഇപ്പം മീറ്റൊക്കെ വാങ്ങുമ്പോഴത്തേക്കായിരിക്കും നമ്മൾ ഈ ഹാർട്ടും ഇതൊക്കെ കാണുന്നത്. ആ അത്രയും ഒറിജിനാലിറ്റിയിലോട്ട് എത്തിക്കാനായിട്ട് എന്ത് മെറ്റീരിയൽസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്? അതെ, ഇത് നമ്മളിപ്പോൾ ഇപ്പോൾ അനീഫിക്ക് നമ്മുടെ ഒരു കാര്യം പറയുമ്പോൾ ഒരു ക്യാരക്ടറിന് എന്താണ് സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ ആ ക്യാരക്ടർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ആക്ച്വലി മേക്കപ്പ്മാൻ്റെ മെയിൻ വർക്ക് എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യുക, എന്താണ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന സാധനം എൻ്റെ കൂടെ മോൾഡ് വർക്ക് ചെയ്യുന്ന സേതുവിനെ കൊണ്ട് ഞാൻ മോൾഡ് ചെയ്യിപ്പിക്കും. ആ മോൾഡാണ് ഞാൻ ഡീറ്റെയിൽ ചെയ്യുന്നത്. മോൾഡ് ഡീറ്റെയിലിംഗ് ചെയ്തിട്ടാണ് ഡയറക്ടർ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളതിൽ രണ്ടു പ്രൊസീജിയറുണ്ട്. അപ്പോൾ ആ പ്രൊസീജിയറിലാണ് കൊണ്ട് പല ഓപ്ഷൻസ് വരാം. പിന്നെ നമ്മൾ കൊണ്ട് കാണിക്കുമ്പോൾ ഡയറക്ടർ എന്തെങ്കിലും കറക്ഷൻ പറയും. അതിനെ കൊണ്ട് നമ്മുടെ മോൾഡ് എടുക്കുന്ന ആളെ കൊണ്ട് അത് മാറ്റിക്കും. ഫൈനലി ഔട്ട്പുട്ട് ഒരു മേക്കപ്പ് മാൻ എന്ന രീതിയിൽ നമ്മളത് പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ ഒരു ഇൻപുട്ട് വർക്കാവുന്നത്, കറക്റ്റ് ഒരു റിസൾട്ട് വരുന്നത്. ചേട്ടാ, നമ്മളിപ്പം പുറത്ത് ലൈക്ക് വേറെ ഭാഷാ ചിത്രങ്ങൾ, അതായത് ഇന്ത്യൻ മൂവീസ് അല്ലാണ്ട് തന്നെ നമ്മൾ ഹോളിവുഡ് മൂവീസിലും കൊറിയൻ മൂവീസിലും ഒക്കെ ഒരുപാട് ഇത്തരത്തിലുള്ള ലൈക്ക് നമ്മുടെ ഓർഗൻസും വയലൻ്റ് ആയിട്ടുള്ള സീൻസും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പക്ഷെ ഒരു മൂവിയിൽ നമ്മൾ ഇത്രയും ബ്രൂട്ടൽ ആയിട്ടുള്ളത് കണ്ടിട്ടില്ല. അപ്പോൾ ഒരു മേക്കപ്പ് മാൻ എന്ന നിലയിൽ ചേട്ടൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരിക്കുമല്ലോ ഇത്. അപ്പോൾ എങ്ങനെ ഇത്രയും പെർഫെക്ഷൻ കിട്ടിയത്? ഇതിപ്പോൾ ചേട്ടൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് കൂടുതൽ ചെയ്തത്? ആക്ച്വലി ഞാൻ ഇതിനെപ്പറ്റി ഈ സബ്ജക്റ്റ് കേട്ടപ്പോൾ തന്നെ ഇതിൽ പ്രോസറ്റിക് വർക്കാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ഉള്ളത്. നമ്മൾ സാധാരണ ഒരു ഫീൽ ഗുഡ് മൂവി ചെയ്യും പോലെ അല്ല, അത്യാവശ്യം പ്രോസറ്റിക് വർക്കാണ് വേണ്ടത്. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ റിസർച്ച് ചെയ്യണം, എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മളെ കൊണ്ട് കാരണം ഇത് സാധാരണ ഇത്രയും വലിയ ഹെവി വർക്കൊക്കെ ചെയ്യാൻ പുറത്തുനിന്ന് ആൾക്കാർ വരാറ്. ഈ ബോംബെയിൽ നിന്നും ഈ പറഞ്ഞ പോലെ ഹോളിവുഡിൽ നിന്നൊക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റ് റിസർച്ച് ചെയ്ത് അവരെ പ്രൊഫഷണൽ ആൾക്കാർ വന്ന് ചെയ്യും. വലിയ എക്സ്പെൻസീവുമാണ്. നമ്മളെ മലയാള സിനിമയിൽ താങ്ങാൻ പറ്റാത്ത എക്സ്പെൻസീവാണ് അവരെ വെച്ച് ചെയ്യുമ്പോൾ. കാരണം അത്രയ്ക്ക് അങ്ങനത്തെ ആൾക്കാരാണ് വരാറ്. അപ്പോൾ ഇതൊരു മലയാള സിനിമയിൽ ആദ്യമായിട്ട് സംഭവിച്ചിരിക്കുന്നതാണ്. കാരണം ഇത്രയും വലിയൊരു മൂവി, പാൻ ഇന്ത്യൻ മൂവിയിൽ നമ്മൾ മലയാളത്തിൽ നിന്നൊരു മേക്കപ്പ് മാൻ എന്ന രീതിയിൽ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ആളതിൻ്റെ സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തു. പിന്നെ ഇതിനൊരു ക്ലേ ആർട്ടിസ്റ്റാണ് വേണ്ടത്. മോൾഡൊക്കെ ചെയ്യാനായിട്ട് ഒരാൾ വേണം. കാരണം നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കുന്നത്. ഞാനിത് ക്ലേ വർക്കോ അങ്ങനത്തെ ആർട്ട് വർക്കോ പഠിച്ചിട്ടുള്ള ആളല്ല. അപ്പോൾ ഇത് വർക്ക് ചെയ്യാനായിട്ട് എൻ്റെ സുഹൃത്തായ സേതുവിനെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തു. അപ്പം അവനുമായിട്ടാണ് ഞാനിത് എല്ലാത്തിൻ്റെയും മോൾഡ് വർക്ക് എനിക്ക് ചെയ്തു തന്നത്. അതിൻ്റെ ഡീറ്റെയിലിംഗ് ഞാൻ ചെയ്ത് ഡയറക്ടർ പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് അതൊരു ഫൈനലിസ്റ്റിൽ അവിടെ വരുന്നത്. ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന സിൽക്കോൺ എന്നുള്ള മെറ്റീരിയലാണ്. അതായത് സ്മൂത്തനിങ് സിൽക്കോൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്തുനിന്ന് തന്നെയാണ് ഇത് വരുത്തിക്കുന്നത്. നമ്മളപ്പോൾ എത്രമാത്രം സാധനത്തിന് വേണ്ടി അത് പുറത്തുനിന്ന് ചെയ്യുക. നല്ല എക്സ്പെൻസീവായ സാധനമാണ്. ഏറ്റവും കൂടുതൽ ടൈം എടുത്തത് എന്തിനായിരുന്നു? അതായത് നമ്മൾ ആ ഒരു പയ്യന്റെ ബോഡി കാണിക്കുന്നുണ്ട്, വിക്ടറിന്റെ ബോഡി, ആസിഡിലിട്ട ബോഡിയാണ് നമുക്കൊരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു വർക്ക്. കാരണം ബാക്കി കൈയിൻ്റെ പാർട്ടോ ഹെഡ് പാർട്ടോ നമുക്ക് ആർട്ടിസ്റ്റിന് ഡൈ കിട്ടും. അപ്പോൾ ഇത്രയും പോർഷൻസ് എന്തായാലും ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ട്. അതിന് OTT-ൽ വന്നില്ലെങ്കിലും നമുക്ക് കാണാനായിട്ട് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? അതിപ്പോൾ ഷഫീഖ് പറഞ്ഞു വെച്ചാൽ പ്രൊഡ്യൂസേഴ്സ് എല്ലാം പറഞ്ഞത് OTT-ൽ വരുമെന്നാണ്. പക്ഷേ എനിക്കിപ്പോൾ അതിപ്പോൾ നമ്മുടെ അടുത്ത് വർക്കിംഗ് ചെയ്ത വീഡിയോസൊക്കെ ഉള്ളൂ, മേക്കിംഗ് വീഡിയോസൊക്കെ എൻ്റെ അടുത്തുള്ളൂ. അത് വേറെ ഓപ്ഷൻ ഉണ്ടോ എന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. അതെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ വിക്ടറിന്റെ ഇത് ചെയ്ത സമയത്ത് അപ്പോൾ നമ്മുടെ ഡോക്ടേഴ്സിന്റെ അടുത്ത് വാങ്ങിയെന്ന് പറഞ്ഞില്ലേ, ബോൺസും. ബോൺസ് അപ്പോൾ എങ്ങനെയാ ബോൺസ് ഒക്കെ വാങ്ങിയല്ലേ? ബോൺസ് ഞങ്ങൾ പർച്ചേസ് ചെയ്തതാണ്. അതായത് മെഡിക്കലിൽ പഠിക്കുന്ന കുട്ടികൾ വർക്ക് ചെയ്യുന്ന ബോണുണ്ടല്ലോ, ഫുൾ സ്കെൽത്ത്, അതെടുത്തിട്ടാണ് നമ്മൾ സിൽക്കോണിൽ ബോഡിയായിട്ട് ഉണ്ടാക്കിയെടുത്തത്. പിന്നെ പുഴു അരിക്കുന്ന പുഴു അരിക്കുന്ന സീൻ. അതായത് നമ്മൾ കത്തിക്കരിഞ്ഞ് കഴിഞ്ഞ ശേഷം ബോഡി 10 ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. വെള്ളത്തിൽ നിന്നാണ് ഇവർക്ക് കിട്ടുന്നത്. ആ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലിംഗ് വേണമെന്ന് നമ്മളടുത്ത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് പുഴുവിനെ ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം പുഴുവിനെ കോഴിക്കോടുള്ള നമ്മുടെ സുഹൃത്തിൻ്റെ നിന്ന് പുഴുവിനെ കളക്ട് ചെയ്ത് 100-300 പുഴു KSRTC ബസ്സിൽ കയറ്റി വിട്ട് ഞാൻ ഇവിടെ നിന്ന് കളക്ട് ചെയ്തപ്പോഴാണ് ഇവിടെ മഴ. അപ്പോഴത്തേക്ക് പിറ്റേന്ന് ഷൂട്ടിംഗ് മാറി. അങ്ങനെ ഒരു 5 ദിവസം ആ ഡേറ്റ് മാറിപ്പോയപ്പോഴത്തേക്ക് 5 ദിവസം എൻ്റെ റൂമിൽ തന്നെ ഞാൻ ഈ പുഴുവിനെ ട്രീറ്റ് ചെയ്ത് ഫൈനൽ അത് കഴിക്കേണ്ട ഓട്സ് ഫ്രൂട്ട്സ് ഒക്കെയാണ്. കാരണം ഞാൻ ആൾ വിളിച്ച് ചോദിച്ചു, എനിക്ക് തന്ന ആളെടുത്ത് ചോദിച്ചു 5 ദിവസം കൂടെ, കാരണം അത് 2-3 ദിവസം ഇതിന് ആയുസുള്ളൂ, അങ്ങനത്തെ ഒരു പുഴുവാണ്. അപ്പോൾ അതിന് ട്രീറ്റ് ചെയ്തു. 5ാമത്തെ ദിവസം അതിനെ കൊണ്ട് ഞാൻ വർക്ക് ചെയ്യിപ്പിച്ചു. കാരണം ഇതിൻ്റെ നമ്മുടെ ബോഡിയുടെ മേലെ മറ്റേ ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ്
ഒരു ലിക്വിഡ് ഫോം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിക്കാനും കൂടി ഞാൻ പുഴുവിനെ നേരത്തെ ട്രെയിൻ ചെയ്യിപ്പിച്ചു. കാരണം എങ്ങനെ ഇതിന് ആക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ പഠിപ്പിച്ചു. അതുവരെ ഞാൻ ഡീറ്റെയിലും കൊടുത്തു. കാരണം അതൊക്കെ നമ്മൾ കറക്റ്റ് ക്ലോസിൽ ക്യാമറമാൻ ചന്ദ്ര സാറൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്തു. അതൊക്കെ നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് എടുത്തതാണ്. പക്ഷേ 5 ദിവസം ജീവിപ്പിച്ചു ഞാൻ. എന്നിട്ട് ഞാനത് നമ്മളെ സിനിമയിൽ വന്നപ്പോൾ ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ കട്ടായി. അതിന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. OTT വന്നാലും കാണാം. ആദ്യം ഏത് സീനാ ഷൂട്ട് ചെയ്തത്? ഈ വയലൻസ് സീൻസിന്റെ കൂട്ടത്തിൽ അല്ല, ഇത് ഷൂട്ട് തുടങ്ങുന്നത് മൂന്നാറാണ്. നമ്മുടെ ഫൈറ്റ് സീനില്ലേ, ഇന്റർവ്യൂ ഫൈറ്റ് ആണ് നമ്മൾ മൂന്നാർ തുടങ്ങുന്നത്. നമ്മൾ ഈ ഈ ഷൂട്ട് തുടങ്ങുന്ന 1 മാസം മുമ്പേ എൻ്റെ വർക്ക് തുടങ്ങി. അപ്പം ജഗദീഷേൻ്റെ കൈയൊക്കെ ഞാൻ നേരത്തെ പോയി ചെയ്തു. കബീർ സിംഗിൻ്റെ ഹെഡ് പുള്ളി ബോംബെയിൽ നിന്ന് വന്നു. അപ്പോൾ ജഗദീഷേൻ്റെ കൈ ഓൾറെഡി ഞാൻ റെഡിയാക്കിയിട്ടാണ് ഞാൻ ഷൂട്ടിംഗ് അവിടെ ജോയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഉണ്ണിച്ചേട്ടനും അനീഫിക്കും ഓൾ ടീമിനും നമ്മളെപ്പറ്റി അത്ര എങ്ങനെയാണ് സുധി എങ്ങനെ വർക്ക് ചെയ്യുമോ എന്നുള്ളൊരൊന്നും കോൺഫിഡൻറ്റ് ഇതുവരെ വന്നിട്ടില്ല. കാരണം ഇത്രയും വയലൻസ് മൂവിയാണല്ലോ. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ സിനിമയിൽ കാണുന്ന ജഗദീഷേൻ്റെ കൈകൊട്ടി വരുന്ന ബോക്സ് ഇല്ലേ, ഒരു QKS ബോക്സ് ആർട്ടുകാരിൽ നിന്ന് മേടിച്ചിട്ട് അതിനകത്ത് ഞാൻ ഉണ്ടാക്കിയ കൈ വെച്ച് ബ്ലഡ് അത് എങ്ങനെയാണോ ആക്ഷനിൽ കൊണ്ടുവരുന്ന രീതിക്കാണ് ഞാൻ കൊണ്ട് പ്രസന്റ് ചെയ്യുന്നത്. അതാണ്. അതായത് ഷൂട്ട് തുടങ്ങി ഫസ്റ്റ് ഷോട്ട് ഉണ്ണിബ്രോ ആ വണ്ടിയിൽ പോയി കഴിഞ്ഞ് ബ്രേക്ക് സമയത്ത് ഉണ്ണിബ്രോയും അനീഫിക്ക് ഇരിക്കുന്ന സമയത്ത് അത് എങ്ങനെയാണോ സിനിമയിൽ കാണിക്കുന്നത് ആ രീതിക്ക് തന്നെ ഞാൻ അനീഫിക്ക് കൊണ്ട് പ്രസന്റ് ചെയ്തപ്പോൾ അനീഫിക്ക് ഉണ്ണി ഭയങ്കര ഹാപ്പി, ഞെട്ടിപ്പോയി. കാരണം അവരെന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. തുറക്കുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല. നമ്മളിപ്പോൾ ഒരു കൈ ഉണ്ടാക്കിയിട്ട് കൊണ്ട് കാണിച്ചില്ല. കാരണം മോൾഡ് എനിക്ക് സേതു ഒരു മോൾഡായിട്ട് ഉണ്ടായിത്തരും. ഞാനത് ഡീറ്റെയിലിംഗ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിലിംഗ് കണ്ട് ഇവരെ ഞെട്ടിപ്പോയി. കാരണം അത്രയും പ്രതീക്ഷയില്ല. രോമം വരെ അതിൽ ബ്ലഡ് ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്ന ബ്ലഡ് വരെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഞാൻ കൊണ്ട് ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന ആൾ. നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യമുണ്ട്. അതിൽ തന്നെ പുള്ളി ഒരു കോൺഫിഡൻ്റ് ആയി. ജഗദീഷ് ചേട്ടൻ കാണുന്നത് പിന്നെയാണ്. ഇത് അവരെ തന്നെ ഉണ്ണിച്ചേട്ടനും അനീഫിക്ക് നമ്മുടെ കാര്യത്തിൽ അത് നല്ല വർക്കാണെന്ന് പറഞ്ഞ് ഭയങ്കര ഒരു മൊമെൻ്റായി കിട്ടി. പിന്നെ നമുക്കൊരു കോൺഫിഡൻ്റ് ആയി, അവർ ഓക്കെ ആയല്ലോ. പിന്നെയാണ് ജഗദീഷ് ചേട്ടൻ്റെ സീൻ വരുന്നത്. ജഗദീഷ് ചേട്ടൻ വന്ന സമയത്ത് അനീഫിക്ക് ഒരു കാര്യം പറഞ്ഞോളൂ, നമ്മൾ എപ്പോഴും കാണുന്ന ജഗദീഷ് ചേട്ടൻ അവരുത് അപ്പുക്കുട്ടനിൽ നിന്ന് സൈറസിലോട്ട് വരണം. ടോണി ഐസക്കായിട്ട് മാറണം. അപ്പോൾ ഒരു കാരണം വെച്ചാൽ ജഗദീഷ് ചേട്ടൻ്റെ ഫിഗർ നമ്മളെപ്പോഴും ഒരു ഡിഫറൻ്റ് ആയിരിക്കണം എന്ന രീതിയിലാണ് ഹെയർ സ്റ്റൈൽ മാറ്റി കോസ്റ്റ്യൂം ധന്യ ചേച്ചിയുടെ അടുത്ത് ചോദിച്ച് കോസ്റ്റ്യൂമിന്റെ റെഫറൻസ് മേടിച്ചിട്ട് നമ്മൾ ലുക്കിലോട്ട് മാറ്റിയത്. ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് ഐലൻസ് ഒക്കെ ഇട്ടു, ഹെയർ ഒക്കെ കട്ട് ചെയ്ത് ആൾ എന്തിന് സപ്പോർട്ടായിരുന്നു. അതെ, അതൊക്കെ കോസ്റ്റ്യൂം ധന്യ ചേച്ചിയുടെ ക്രിയേഷൻ ആണ്. ആ ഒരു കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് എല്ലാം അവർ തന്നെയാണ്. നമ്മുടെ ഗെറ്റപ്പ്, ലെൻസ്, ഹെയർ സ്റ്റൈൽസ്, പുള്ളിയുടെ ആ ഒരു അപ്പിയറൻസ് ആ സാധനത്തിൽ കൊണ്ടുവന്നു. പിന്നെ ആൾ ഭയങ്കര സപ്പോർട്ടാണ് നമുക്ക്. ജഗദീഷ് ചേട്ടൻ ഈ അടുപ്പിച്ച് കുറേ പടങ്ങൾ ഞാനായി. അപ്പോൾ ഭയങ്കര സപ്പോർട്ടാണ് ആൾ. ഈ ആർട്ടിസ്റ്റുകളുടെ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ എങ്ങനെയായിരുന്നു? ഉണ്ട്. പറഞ്ഞില്ലേ ഞാൻ ജഗദീഷ് ചേട്ടൻ്റെ തന്നെ ക്ലൈമാക്സ് സീൻ കണ്ടറിയാം. ഹെയർ ഫേസ് ഒരു സൈഡ് കംപ്ലീറ്റ് അത് പെട്ടെന്ന് നമ്മൾ ഒരു ക്രിയേഷൻ ചെയ്തതാണ്. അത് ഒരു കണ്ണ് ഫുള്ള് ക്ലോസ് ചെയ്യണം. അതായത് പ്ലാസ്റ്റർ ഇട്ട് ഞാൻ ക്ലോസ് ചെയ്തു. ഉച്ച മുതൽ 1 മണിക്ക് തുടങ്ങിയ ഷൂട്ട് വൈകുന്നേരം 7 മണിയപ്പോഴാണ് കഴിയുന്നത്. അപ്പോൾ 7 മണി വരെയും പുള്ളി ഒറ്റ കണ്ണിങ്ങനെ അടച്ചു വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് 1 മണി മുതൽ ഈവനിങ് 7 മണി വരെ. കാരണം ഫുള്ള് ക്ലോസ്ഡ് ആണ്. ആ ഫോട്ടോയും സീൻ കാണാൻ പറയാം ഫുൾ ക്ലോസ്ഡ് ആണ്. അപ്പോൾ സിൽക്കോൺ കൊണ്ട് ഞാൻ ഫുൾ കവർ ചെയ്തിട്ട് അതൊക്കെ ഒരു ഭയങ്കര ഒരു ആർട്ടിസ്റ്റ് സപ്പോർട്ടില്ല നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത്രയും മണിക്കൂറുകളോളം ഒറ്റ കണ്ണിങ്ങനെ അടച്ച് ഇങ്ങനെ നിൽക്കുക, അത് എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ആളെ കൊണ്ട് ഇത്രയും ഏജ്ഡുള്ള ആളാണ്, ഇത്രയും റെസ്പെക്ട് ചെയ്യേണ്ട ആളാണ്. ആളെ കൊണ്ട് നമ്മളിങ്ങനെ, പക്ഷേ അതിൻ്റെ റിസൾട്ട് ഭയങ്കരമായിരുന്നു. അത് അനീഫിക്ക നമ്മൾ എത്രയും പെട്ടെന്നാണ് ചെയ്തത്, ഭയങ്കര ഫാസ്റ്റായിട്ടാണ് വർക്ക് ചെയ്തത്. പെട്ടെന്ന് വന്നൊരു ഐഡിയ ആയിരുന്നു. അതുപോലെ അൻവറിന്റെ കൈ മുറിച്ചെടുക്കുന്നത് ലൈവ് കട്ടിങ് ആണ്. നമ്മളിപ്പോൾ സിനിമയിൽ പോയതിനു ശേഷമേ കണ്ടിട്ടുള്ളൂ. അതും ഭയങ്കര ടെൻഷനും ഒരു ചലഞ്ചിങ് ഉള്ള ഒരു വർക്കായിരുന്നു. ആ മെഷീനില്ലേ നമ്മൾ കട്ട് ചെയ്യുന്ന മെഷീൻ, അത് ഒറിജിനൽ മെഷീനാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഒറിജിനൽ മെഷീനിലാണ് ആക്ഷനൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലൈവായിട്ട് കൈ കട്ട് ചെയ്യുന്നുണ്ട്. അതാണ് സ്കിൻ ഇങ്ങനെ മുഖത്ത് തെറിക്കുന്നതിൻ്റെയൊക്കെ ബ്ലഡിൻ്റെ കൂടെ സ്കിന്നും കൂടെ വരുന്നത്. ശരിക്കും ലൈവായിട്ട് ആ കൈ കട്ട് ചെയ്യുന്ന സീനാണ് എടുത്തിരിക്കുന്നത്. അതും സെൻസറിങ്ങിൽ ഒഴിവാക്കേണ്ടി വന്നു. കാരണം അത് കണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ചെതറിപ്പോകുന്നുണ്ട് ഇതെല്ലാം, സ്കിന്നെല്ലാം. അത് നമ്മൾ ഉണ്ടാക്കിയ സിൽക്കോൺ കൈയാണ്. ഓൾറെഡി ഈ സാധനത്തിന്റെ സൗണ്ട് കേൾക്കുമ്പോഴേ നമുക്ക് അതിന്റെ ഒരു ഡെമ്മിയും കൂടെ ഉണ്ട്. പക്ഷെ സുനിലേട്ടൻ, ആർട്ട് ഡയറക്ടർ സുനിലേട്ടൻ ഏതാണ് ഡെമ്മി ഏതാ ഒറിജിനൽ അറിയാത്ത രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഫേസിന്റെ അടുത്ത് കൊണ്ട് സേഫ്റ്റി മുഖ്യമാണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഡെമ്മി ഉണ്ട്. പക്ഷെ അൻവറിന്റെ കഴുത്തിന്റെ അടുത്ത് കൊണ്ടുപോകുന്നതൊക്കെ ഡെമ്മിയും ഉണ്ട്. പക്ഷേ ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഭയങ്കര ഒറിജിനാലിറ്റി കട്ട് ചെയ്യാൻ വേണ്ടി ഒറിജിനൽ മെഷീൻ കൊണ്ട് തന്നെ കട്ട് ചെയ്ത് മാറ്റിയതാണ്.
കാരണം പുള്ളിയുടെ കൈ സേഫ്റ്റി ആയിട്ട് ബാക്കിൽ കെട്ടിയിട്ടുണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കൈ ഫ്രണ്ടിൽ പിടിച്ച് വെച്ചിട്ട് ലൈവായിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത ശേഷമാണ് ഇങ്ങനെ ഊരിയെടുക്കുന്നത്. ചേട്ടാ, അപ്പൊ അത് കഴിഞ്ഞിട്ട് അൻവറിന്റെ കൈ ഓൾറെഡി എടുത്തതിന് ശേഷം പിന്നെ ഉണ്ണിമുഖം വന്നിട്ട് ഇതേപോലെ അതെടുത്തിട്ട് ഇങ്ങനെ മൊത്തത്തിൽ മുറിക്കുമല്ലോ, അതപ്പോ അങ്ങനെ ഗ്രാഫിക്സ് ആണ്? അത് കുറെ ഗ്രാഫിക്സ് ആണ്. കാരണം നമുക്കത് ഇത്രയും പേരെ ഫോളോ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു 10-30 ആർട്ടിസ്റ്റ് ഉണ്ട്, ഫൈറ്റേഴ്സ് ഉണ്ട്. അവരെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റില്ല, പോസിബിൾ അല്ല. അപ്പോൾ അത് CG കൂടെ സഹായത്തിലാണ് ബ്ലഡ് എല്ലാം പമ്പിങ് ചീറ്റുന്നത് എല്ലാം വരുന്നത്. ബാക്കി ക്ലോസ് ഫ്രെയിമിൽ വരുന്ന കാര്യങ്ങളെല്ലാം എല്ലാ പ്രഷർ പമ്പും ഈ ബ്ലഡിന്റെ പമ്പിങ് എല്ലാം നമ്മുടെ ഓപ്പറേറ്റ് ചെയ്ത് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ചെവിയുടെ ആ ഒരു പോർഷൻ ആണല്ലോ നമുക്ക് ആദ്യം നമ്മുടെ ടീസറിലും ട്രെയിലറിലും ഒക്കെ കാണിച്ച സംഭവം. അപ്പോൾ ഈ ചെവിയുടെ സീനിനകത്തൊന്നും ഇതേപോലെ ബ്ലഡ് ഭയങ്കര പമ്പ് ചെയ്ത് ഇറങ്ങി വരുന്നതൊക്കെ അതും ശരിക്കും ഇതേപോലെ ആളുടെ തന്നെ വെച്ചിട്ട് അതെ, നമ്മളത് ആർട്ടിഫിഷ്യൽ ചെവി ഉണ്ടാക്കിയെടുത്ത് തന്നെയാണ്. അതൊരു നമ്മൾ മോൾഡിൽ സിലിക്കോണിൽ ചെയ്തെടുത്തതാണ്. അത് പക്ഷേ ടീസറിൽ കണ്ടാൽ ശ്രദ്ധിക്കും കടിച്ചു മാറ്റുന്നതായിട്ട്. അത് നമ്മൾ ഒറ്റ പീസ് തന്നെയാണ്. അത് ഉണ്ണിബ്രോയ്ക്ക് അങ്ങനെ അറപ്പൊന്നും തോന്നിയില്ല. ഫസ്റ്റ് ഇങ്ങനെ ഒരു ഫൈറ്റ് മാസ്റ്റർ കലൈ മാസ്റ്റർ വന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളി വേറെ ഇതൊക്കെ ചിന്തിച്ചു പോയി. കാരണം ഭയങ്കര ബ്രൂട്ടല്ലേ അത്, ഒരാളെ കഴിച്ചെടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് ചെയ്യാൻ പുള്ളി റെഡിയായിരുന്നു. അങ്ങനെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു, ആൾ ചെയ്തു, ഗംഭീരമായിരുന്നു. അത് ഒരു മാക്സിമം 2-3 ടേക്ക് ആയപ്പോൾ തന്നെ റെഡി ആയത്. അതുപോലെ എല്ലാ കൈയൊക്കെ കുത്തി ഒടിച്ചിട്ട് എല്ലാം പുറത്ത് വരുന്നത് CG ആണെന്നൊക്കെ ചെറിയ തെറ്റിദ്ധാരണയുണ്ട്. പക്ഷെ അത് നമ്മൾ ചെയ്ത ഉണ്ട്, അതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ശരിക്കും അത് നമ്മൾ ചെയ്ത് ഓടിക്കുമ്പോൾ തന്നെ എല്ല് പുറത്ത് വരുന്ന ഒരു ഓപ്പറേഷൻ ഉണ്ട്. അതുപോലെ ആൻസൺ പോളിന്റെ ഒരു മരിക്കുമ്പോൾ ഉള്ള ഒരു സീൻ ഉണ്ടല്ലോ, കൊല്ലുമ്പോൾ ഉള്ള സീൻ. അപ്പോഴത്തേക്ക് മൊത്തം മറ്റേ ബ്ലാസ്റ്റ് ആയിട്ട് തെറിച്ച് വരും. അതിന്റെ ഷൂട്ടിംഗ് പ്രൊസീജിയർ അത് ഗംഭീരമായിട്ട് ചെയ്തതെന്ന് വെച്ചാൽ അത് കണ്ടെയ്നറിനകത്താണ്. അപ്പൊ നമ്മൾ ഓൾറെഡി 5 കാല് 5 തല 10 കൈ 10 തലയൊക്കെ ഉണ്ട്, പാർട്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ അസിസ്റ്റന്റ് ഷിബു, സമീർ, ജിഷ്ണു എല്ലാവരും ഈ വണ്ടി ഇതിനുള്ളിലാണ്, ഈ കണ്ടെയ്നർ ഉള്ളിലാണ്. എൻ്റെ അസിസ്റ്റൻസ് 6 പേരും കണ്ടെയ്നർ ഉള്ളിലാണ്. ഈ ഷോട്ട് സ്റ്റേക്ക് പറയുമ്പോഴത്തേക്ക് കണ്ടെയ്നർ ഓപ്പൺ ആവുന്നു, ഇവരെല്ലാം പീസ് എടുത്ത് എറിയുകയും ചെയ്യും. അകത്തുനിന്ന് 4 സൈഡിൽ നിന്ന് എറിയുകയും ചെയ്യും. അപ്പൊ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര എഫക്റ്റാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ അടുത്ത് ഉണ്ടാക്കി കഴിഞ്ഞ പീസാണത്. കംപ്ലീറ്റ് കണ്ടെയ്നർ തുറക്കുമ്പോഴത്തേക്ക് നമ്മളെ കൂടെ നിന്ന് അസിസ്റ്റൻസ് അവർ ഭയങ്കര കട്ടക്കി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പിന്നെ പേടിയില്ല. അവർ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് എറിയുക ചെയ്യുക. ശരിക്കും അത് CG വർക്കാണെന്ന് ഫീൽ ചെയ്യും. പക്ഷേ നമ്മൾ ഉണ്ടാക്കിയ കൈയും കാലും തന്നെയാണ് തെറിച്ച് പോകുന്നത്. അതിൽ തല പ്രശാന്തേട്ടൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ആ ഫിഗർ കിട്ടാൻ വേണ്ടി ഒരു തല വരുന്നുണ്ട്. അത് പ്രശാന്തേട്ടൻ ഗംഭീരമായിട്ട് CG വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ കുഞ്ഞിനെ ഇങ്ങനെ എടുക്കുന്ന സമയത്തും ആ കുഞ്ഞിന്റെ സൈസ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എല്ലാ ഓർഗൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ എല്ലാത്തിനെയും കുറിച്ചിട്ടും വൃത്തിയായിട്ട് അറിയാൻ പറ്റും അല്ലെ? കറക്റ്റ് ഈ ഡോക്ടറിന്റെ അടുത്ത് ചോദിച്ചപ്പോ എന്തൊക്കെ ഇതാ പഠിച്ചെടുത്തത്? അത് ഈ ഡെലിവറി സീൻ എടുക്കുന്ന സമയത്ത് ഒരു ലേഡി ഡോക്ടർ വന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് എനിക്ക് എന്തായാലും ഒരു ഡോക്ടർ ഡോക്ടർ ഉണ്ടായിരുന്നു. കാരണം അതിന്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ്, അതിന്റെ ഒരു രീതി എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഡോക്ടറും കൂടെ ഉണ്ടായിരുന്ന ആ സാന്നിധ്യത്തിലാണ് ആ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഡീറ്റെയിലിംഗ് കാണിക്കണമെന്ന് അനീഫിക്കയും അതായത് അതിൻ്റെ പ്രൊഡക്ഷൻ സൈഡ് പറഞ്ഞ കാരണമാണ് നമ്മൾ അത്രയും ആ കുഞ്ഞിനെ ഉണ്ടാക്കിയെടുത്തത്. നമ്മുടെ സ്ഥിരം ചെയ്ത് തന്ന നമ്മുടെ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന സേതുവിനെ കൊണ്ട് അത് പറ്റിയില്ല. ആ മോൾഡ് ആ കുഞ്ഞിനെ ഉണ്ടാക്കാൻ ഞാൻ ഹൈദരാബാദിൽ നിന്ന് നമ്മുടെ ഒരു ടീം വന്നായിരുന്നു. ഹൈദരാബാദിൽ നിന്ന് ഞാൻ ആ കുഞ്ഞിനെ ഉണ്ടാക്കിയെടുത്തു. ആ ഒരു ആക്ഷൻ, ആ ഒരു ആക്ഷൻ വേണം കുഞ്ഞിന്. പുറത്തെടുക്കുമ്പോഴത്തേക്കുള്ള ഒരു ആക്ഷൻ കണ്ടറിയായിരിക്കും സിനിമ കണ്ട്. അപ്പോൾ അത്രയും വൈഡ് ഷോട്ടിലൊക്കെ കാണിക്കുന്നുള്ളൂ. നമ്മൾ ആ ഫുള്ള് ആ ക്യാരക്ടർ ചെയ്യുന്നവരുടെ ഫുൾ ബോഡിയിൽ നിന്ന് എടുക്കുകയാണ് കുഞ്ഞിനെ. ശരിക്കും ലൈവായിട്ട് ഉള്ളിൽ നിന്ന് എടുക്കുകയാണ്. അതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ലിക്വിഡ് പമ്പിങ് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ വിഷ്വൽ ബേസിൽ അധികം വന്നിട്ടില്ല. അതുപോലെ ഈ പറയുന്ന സൈറസിന്റെ നമ്മുടെ കബീർ സിംഗിന്റെയും തല വെട്ടിയെടുത്ത ആ സീനും ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ ഈ തലയുടെ മോൾഡ് ചെയ്തെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറെ കൂടെ ടൈം എടുക്കുമല്ലോ, ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട്. അപ്പൊ ആളുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയായിരുന്നു? ആള് ഫസ്റ്റ് ടൈം ആയിരുന്നു അത് ആള് ഞാൻ ഷൂട്ട് തുടങ്ങുമ്പോൾ തന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആളെ ബോംബെയിൽ നിന്ന് വരുത്തിച്ചു. നമ്മൾ ചെയ്ത വർക്കിൻ്റെ 1-2 ഫോട്ടോസും വീഡിയോസും എല്ലാം ആളെ കാണിച്ചു, കൺവിൻസ് ചെയ്തു. ഇത്രയാണ് പ്രശ്നം, ഇങ്ങനെയൊക്കെ ഉണ്ട്. ആള് ഭയങ്കര ഒരു കാണുമ്പോൾ വില്ലനാണ്, പക്ഷെ ഭയങ്കര പാവപ്പെട്ട മനുഷ്യൻ, വളരെ പാവപ്പെട്ട മനുഷ്യൻ. നോൺ വെജ് കഴിക്കത്തില്ല, നോൺ വെജ് കഴിക്കില്ല, മേക്കപ്പ് ചെയ്യുന്നപ്പോൾ ഭയങ്കര പൂജ, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആളിന് ഇത് എങ്ങനെയാണ് പ്രൊസീജിയർ എന്ന് അറിയത്തില്ല. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട്. കാരണം ഒരു 4 hours ഫുൾ കവർ ചെയ്യണം. മോൾഡ് എടുക്കാൻ വേണ്ടി ഫുൾ നമ്മുടെ ആർട്ടിസ്റ്റ് ഫുള്ള് കവർ ചെയ്യണം. കവർ മൂക്കി കൂടെ മാത്രമാണ് ശ്വാസം വരുന്നത്. അപ്പോൾ അത് കുറച്ച് സ്ട്രെയിൻ എടുത്തുള്ള പരിപാടിയായിരുന്നു. പക്ഷെ പുള്ളി ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട് പുള്ളി എൻജോയ് ചെയ്തിട്ട് ആൾ പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഇത്രയും മറ്റേ കൊടൂരമായിട്ടുള്ള വില്ലന്മാരൊക്കെയാണ് നമ്മൾ പുറത്ത് സ്ക്രീനിൽ കാണുന്നത്. ഇവരുടെ എല്ലാം കൂടി ഈ സെറ്റിലുള്ള എന്തെങ്കിലും മൊമെന്റ്സ് ഓർമ്മയുണ്ടോ?
അതായത് വില്ലന്മാരുടെ അതായത് സെറ്റിലെ ഈ ക്രൂരന്മാരായിട്ടുള്ള വില്ലൻ ഇപ്പൊ പറഞ്ഞല്ലോ ആള് ഭയങ്കര പാവമാണ്. അപ്പൊ ഇങ്ങനത്തെ എന്തെങ്കിലും ഇൻസിഡൻസ് വേറെ ഓർമ്മയുണ്ടോ? നീ വെജിറ്റേറിയൻ മാത്രമൊക്കെ കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി ഉണ്ട്. കാരണം ഇവര് ഈ എന്നും അവിടെ ഒരു എന്താ പറയുക ഒരു 100 ഫൈറ്റേഴ്സ് എപ്പോഴും ഉണ്ട്. 100 ഫൈറ്റേഴ്സ് ചെന്നൈ എന്നുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഉണ്ണിച്ചേട്ടൻ പുള്ളി എല്ലാവരും ഫൈറ്റേഴ്സ് എന്നേ ഉള്ളൂ. പക്ഷെ എല്ലാം കുട്ടികളാണ്. ഷൂട്ടില്ലാ സമയത്ത് ക്രിക്കറ്റ് കളിക്കുക, ഗെയിം കളിക്കുക, ഇവര് നമ്മൾ അന്താക്ഷരി കളിക്കുക. ഭയങ്കര രസമാണ്. കണ്ടോണ്ടിരിക്കുന്ന നമുക്ക് കോമഡിയാ. ട്രെയിനിൽ വരുമ്പോ ഭീകരന്മാര്. ഇവർ രണ്ടുപേരും ഇവിടെ ഇരുന്നിട്ട് ഭയങ്കര തമാശ പറച്ചിട്ട് ഭയങ്കര കൂളാണ്. സ്ക്രീൻ ബൈ വരുമ്പോ മാത്രമാണ് ഇവരെല്ലാരും ഈ പറഞ്ഞ പോലെ ടെറർ ആവുന്നത്. ബാക്കിയൊക്കെ ലോലിതന്മാരാണ്. ഭയങ്കര ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര അതിശയമാണ്.